പ്രിയപ്പെട്ടവരെ, ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിതരായി കടന്നു വന്നവർക്ക് ജെറമിയ പ്രവാചകൻ പറയുന്നു, ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. പല വിധത്തിൽ ക്ഷീണമുണ്ടാകാം. ആത്മാവിനും മനസ്സിനും ശരീരത്തിനും ജോലികൾക്കും ജോലിയുടെ ഭാരത്താലൊക്കെ ക്ഷീണിച്ചു വന്നവരുടെ കർത്താവ് പറയാം, മോനെ ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. കർത്താവ് ഈ ശക്തി തരാൻ വേണ്ടിയിട്ടാണ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് കടന്നു വന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പ്രത്യേകമായി ചിന്തിക്കുന്നത് കുടുംബത്തെക്കുറിച്ചിട്ടാണ്. കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദൈവ സാന്നിധ്യത്തിന്റെ അടയാളങ്ങളിൽ ഒന്നാണ് ഒരു കുടുംബം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഒരേ കാര്യങ്ങൾ ചിന്തിച്ച്, ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച്, ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി കർത്താവിന്റെ സന്തോഷം പൂർണ്ണമാക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് കുടുംബം എന്ന് പറയുന്നത്. വലുതുകരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരേ കാര്യങ്ങൾ ചിന്തിച്ച്, ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച്, ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി ജീവിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഒരേ സ്നേഹത്തിലും ഒരേ അഭിപ്രായത്തിലും എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക? മനുഷ്യനെ കൊണ്ട് സാധിക്കുകയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നാലാണ് ഒരേ കാര്യങ്ങൾ ചിന്തിക്കാനും ഒരേ സ്നേഹത്തിൽ വർദ്ധിക്കാനും സാധിക്കുക. കുടുംബം തകരുന്നത് കൊണ്ട് തന്നെയാണ് ഒരേ അഭിപ്രായത്തിലോ ഓരോ സ്നേഹത്തിലോ ജീവിക്കാൻ സാധിക്കാതെ വരുന്നത്. പരിശുദ്ധാത്മാവില്ല, ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിന് സ്ഥാനമില്ല, കുടുംബങ്ങളിലും പരിശുദ്ധാത്മാവിന് സ്ഥാനമില്ല. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ മാതാവിനോട് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവിന് ഇഷ്ടപത്രിയായി പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. നിയമാവർത്തന പുസ്തകം 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും, നീ ആരംഭിക്കുന്ന എല്ലാ പ്രവർത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. വളരെ മനോഹരമായിരിക്കുന്നൊരു വചനമാണ്. ദൈവമായ കർത്താവ് നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലികളും, അടുക്കള പണിയായിക്കൊള്ളട്ടെ, റോഡ് പണിയായിക്കൊള്ളട്ടെ, പറമ്പിൽ പണിയായിക്കൊള്ളട്ടെ, കർത്താവ് പറയാ, നീ ദൈവമായ കർത്താവ് നീ ആരംഭിക്കുന്ന ചെയ്യുന്ന എല്ലാ ജോലികളിലും, നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളും, അതൊക്കെ പുതിയ സംരംഭങ്ങൾ പുതിയ വർഷത്തിൽ ആരംഭിക്കാനൊക്കെ പ്ലാനിട്ടുണ്ടായിരിക്കാം. നീ ആരംഭിക്കാൻ പോകുന്ന എല്ലാ പ്രവൃത്തികളിലും ദൈവം നിന്നെ അനുഗ്രഹിക്കും. അതിനെന്ത് വേണം? നമ്മുടെ കുടുംബം നാസറത്തിലെ ഒരു കുടുംബം പോലെയായി തീരണം. കുടുംബത്തിൽ നിന്നാണ് എല്ലാ നന്മകളും വളരുന്നത്, കുടുംബത്തിൽ നിന്നാണ് എല്ലാ തിന്മകളും വളരുന്നത്. വിശുദ്ധാത്മാക്കൾ പറയുകയാണ്, വിശുദ്ധരെ വാർത്തെടുക്കുന്ന പുണ്യ സ്ഥലമാണ് കുടുംബം. കുടുംബത്തിൽ നിന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിച്ചത്? കുടുംബത്തിൽ നിന്നല്ലേ സ്നേഹിക്കാൻ പഠിച്ചത്? കുടുംബത്തിൽ നിന്നല്ലേ അനുസരിക്കാൻ പഠിച്ചത്? കുടുംബത്തിൽ നിന്നല്ലേ വിധേയപ്പെടാൻ പഠിച്ചത്? നമ്മളെങ്ങനെയാണ്? കുടുംബത്തിൽ നിന്നാണ് കരയാനും പഠിച്ചത്. ഇപ്പൊ ഒരാളെ തല്ലുമ്പോൾ എങ്ങനെ കരയുന്നേ? ഇപ്പോ അപ്പൻ എന്തെങ്കിലും പറഞ്ഞിടുമ്പോ അമ്മ കരഞ്ഞിട്ടുണ്ടാവും. അപ്പൊ കുട്ടികളെ കണ്ടുപിടിച്ചപ്പോ അവർക്ക് പറയുമ്പോ അപ്പൊ കരയാം. എല്ലാ കാര്യങ്ങളും കുടുംബത്തിൽ നിന്നാണ് പഠിക്കുന്നത്. വിശുദ്ധരെ വാർത്തെടുക്കുന്ന പുണ്യഭൂമിയാണ് കുടുംബം എന്ന് പറയുന്നത്. വിശുദ്ധനായിരിക്കുന്ന ഡൊമിനിക് സാവിയോ തന്റെ മാതാപിതാക്കന്മാർ അവർ ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമത്രേ. കൊല്ലപ്പണിയാണ് ഡൊമിനിക് സാവിയുടെ അപ്പൻ ചെയ്തത്. അമ്മയുടെ പ്രധാനപ്പെട്ട ജോലി അടുത്തുള്ള വീടുകൾ പോയി മുറ്റമടിക്കുന്നതാണ്. ഈ പച്ചയിരുമ്പ് അടിക്കുമ്പോൾ ഡൊമിനിക് സാവിയുടെ അപ്പച്ചൻ പ്രാർത്ഥിക്കത്രേ, ഞങ്ങൾ എല്ലാവരെയും അടിച്ച് പരത്തി യേശുവിന്റെ ഹൃദയത്തോളം വളർത്തണമേയാണ്. പ്രചിത്ത അമ്മ പ്രാർത്ഥിക്കണം, ഈ ചപ്പും ചവർക്ക് അടിച്ചു മാറ്റുമ്പോൾ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിലുള്ള മക്കളിൽ നിന്നും തലമുറയിൽ നിന്നും എല്ലാ പാപത്തിന്റെ ചപ്പും ചവറും അടിച്ചു മാറ്റണമേ. അങ്ങനെയുള്ള ഒരു അപ്പന്റെയും അമ്മയുടെയും മകനാണ് ഡൊമിനിക് സാവിയോ. കുഞ്ഞു പ്രായത്തിൽ തന്നെ വിശുദ്ധനായി തീർന്ന് കാണുന്നില്ലേ?
വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നു, എൻ്റെ അപ്പൻ്റെ മുഖത്തു നിന്നാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചത്. കണ്ടില്ലേ? വിശുദ്ധനുണ്ടാകുന്ന കണ്ടില്ലേ? വിശുദ്ധനായിരിക്കുന്ന ജോൺ പോൾ മാർപ്പാപ്പയുടെ അപ്പൻ മാർപ്പാപ്പയുടെ ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എപ്പോഴെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ രാത്രികാലത്ത് ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ കാണുന്ന ഒറ്റ കാഴ്ചയുള്ളൂ, അപ്പൻ മുട്ടുകുത്തി കരം വിരിച്ച് ജപമാല പിടിച്ച് പ്രാർത്ഥിക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഓരോ വിശുദ്ധന്മാരും വാർത്തെടുക്കുന്നത് കുടുംബത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വിശുദ്ധ മരിയ മൂലത്തി കാമവെറി കൊണ്ടുകൊണ്ട് തന്നെ കുത്തിക്കൊല്ലാൻ കടന്നു വന്ന അലക്സാണ്ടർ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചില്ലേ, ഈശോയെ നാളെ അവിടുത്തെ തിരുരക്തത്തിന്റെ തിരുനാളല്ലേ, എൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന രക്തം അവിടുത്തെ രക്തവുമായി അലിഞ്ഞു ചേരട്ടെ. ആരതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ വിശുദ്ധരായിത്തീരുന്നത്. മാത്രമല്ല, വിശുദ്ധിയുടെ സുഗന്ധം പ്രസരിപ്പിക്കാനായിട്ടുള്ള ശക്തിയാണ് മക്കൾക്ക് കിട്ടുന്നത്. ഉപദേശം കൊണ്ട് മാത്രമല്ല, മാതൃകകൾ. മാതാപിതാക്കന്മാർ ഉപദേശിക്കുന്നുണ്ട്. ചില ആൾക്ക് ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ അവര് എന്താ പറയുക, റിയാക്ഷണറീസ് ആയി മാറി ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആൾക്ക് ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ അത് സ്നേഹത്തോടെ സ്വീകരിച്ച് വിധേയപ്പെടുന്നവരെയും കണ്ടിട്ടുണ്ട്. നാളൊരു അപ്പനും അമ്മയും ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു, അവൻ കണ്ടമാനം അടിച്ചിട്ടുണ്ട്. അവൻ പറയാണ്, അപ്പൻ എത്ര അടിച്ചാലും ഞാൻ നന്നാവില്ല, അമ്മ എത്ര വഴക്ക് പറഞ്ഞാലും ഞാൻ നന്നാവില്ല. അവർക്ക് സുഗന്ധം വിശുദ്ധിയുടെ സുഗന്ധം പ്രസരിപ്പിക്കാൻ പറ്റുന്നില്ല അവർക്ക്. എന്തുകൊണ്ടാണത്? അതാണ് ബന്ധനം എന്ന് പറയുന്നത്, കെട്ടുകൾ എന്ന് പറയുന്നത്. ചില കുട്ടികൾ, ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിൽ വന്ന ഒരു കൊച്ച്, അവന് വീട്ടിൽ നിന്നും ക്ലാസ്സിൽ നിന്നും ഒക്കെ കക്കും. ആദ്യം 10ന്റെ നോട്ടാണ് കട്ടത്, പിന്നീട് 50ന്റെ നോട്ടായി, പിന്നെ 100ന്റെ നോട്ടായി. എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ കുട്ടികൾക്ക് എവിടെ നിന്ന് ഈ ബുദ്ധി കിട്ടണമെന്ന് പറഞ്ഞോട്ടെ, ഷൂവിൻ്റെ അടിയിൽ 200 200 നോട്ട് വെച്ച് വീട്ടിൽ നിന്ന് പൊക്കിയത്. ഞാൻ ചോദിച്ചു, എന്തിനാണത്? അപ്പോൾ കരഞ്ഞിട്ട് പറയാം, ഞാൻ ഏതെങ്കിലും കടയിൽ കയറുമ്പോൾ എനിക്കത് വാങ്ങിക്കാൻ തോന്നുകയാണ് അച്ഛാ, അത് വിട്ടുപോകാനായിട്ട് പ്രാർത്ഥിക്കാം. ഏത് കടയിൽ കയറി കഴിഞ്ഞാലും അവിടെ ഇരിക്കുന്ന വസ്തുവിന് വാങ്ങിക്കാൻ ഒരു ആഗ്രഹം. അതാണ് ദുർമോഹങ്ങൾ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അവിടെ ചില മാതാപിതാക്കന്മാരൊക്കെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ 10 രൂപയൊക്കെ കൊടുക്കുന്ന കുഴപ്പമൊന്നുമില്ല, ഒരു പോക്കറ്റ് മണിയായിട്ട്. ജോഡി ഷർട്ട് പാൻറ് ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്യുന്ന സ്കൂൾ വരെ സാധാരണ ഡ്രസ്സിലിട്ട് സ്കൂളിലേക്ക് കിടക്കുമ്പോൾ ഈ പാൻറ്റും കോട്ട് ഇട്ടുകൊണ്ട് ക്ലാസ്സിൽ കടന്നിരിക്കുന്നു. നോക്കിയാൽ ആ മകനെയാണ് തിരുസഭയുടെ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കുന്നത്, പത്തർബീസിൻ്റെ അടുത്ത് ഒരു പറ്റ യുവാക്കന്മാർ വന്ന് ചോദിച്ചു, പിതാവേ, ഞങ്ങൾ ഈ ലോകത്തെ നവീകരിക്കുന്ന വലിയ ആഗ്രഹമുണ്ട്, പിതാവ് എന്ത് നിർദ്ദേശമാണ് ഞങ്ങൾക്ക് തരുന്നത്? അപ്പോൾ വിചാരിച്ചു കാണും, ധ്യാനമന്ത്രങ്ങൾ പഠിക്കുക, പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങുക, കരുണയുടെ പ്രാർത്ഥന ചെല്ലുക. അതൊന്നല്ല പത്തർബീസ് മാർപ്പാപ്പ ആ ചെറുപ്പക്കാരുടെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, മകളെ, ഞാനൊരു വിശുദ്ധനായി തീരാൻ, നിങ്ങളും ഒരു വിശുദ്ധരായി തീരുക, അപ്പോൾ ഈ ലോകം നവീകരിക്കപ്പെടും. വെറുതെ കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര സിമ്പിളാണ്. എൻ്റെ വേഗം ഒരു ധ്യാനമന്ത്രങ്ങളൊക്കെ തുടങ്ങുക, അവിടേക്ക് പ്രാർത്ഥനകളും കൂട്ടായ്മകളൊക്കെ, അതല്ല പറഞ്ഞത്. ഞാനൊരു വിശുദ്ധനായി തീരാൻ, നിങ്ങളും ഒരു വിശുദ്ധരായി തീരുക, നമ്മൾ വിശുദ്ധരായി തീരുമ്പോൾ ഈ ലോകം നന്നായി തീരും. ഇതാണ് വിശുദ്ധിയുടെ സുഗന്ധം പ്രസരിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു നല്ല ഒരാൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്ന് പറയാൻ ഇവിടുന്ന് കൊണ്ടുപോയ ബാനർ കെട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴുണ്ട് എൻ്റെ മകന് PR കിട്ടിയത്. ഒരു ചെറിയ സുവിശേഷ വേല ചെയ്തുകൊള്ളു. മറ്റേ അപ്പച്ച പറയാണ്, കുറേ കാലം ഇതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും, അപേക്ഷിക്കും. അത് കെട്ടി വീട്ടിൽ വന്ന് അന്ന് രാത്രിയാണ് ഫോൺ വരുന്നത്. കണ്ടോ, ഒരു ചെറിയ സുവിശേഷ വേല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പ്രേക്ഷകരുടെ ധ്യാനമാണ് ഇവിടെ നടന്നത്. ഏകദേശം 300-340 വരുന്ന പ്രേക്ഷകരാണ് പങ്കെടുത്തത്. എന്തുകൊണ്ട് അവർ വന്നത്? ഇങ്ങനെ ഒരു ആത്മീയമായ നവീകരണം കൺവെൻഷന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ മൂല്യങ്ങൾ വളർത്തുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കുടുംബം എന്ന് പറയുന്നത്.
സ്കൂളിൽ വളരെ ഒരു 5-6 മണിക്കൂറാണ് സ്കൂളിൽ, ബാക്കിയുള്ള സമയം മുഴുവൻ വീട്ടിലല്ലേ കുഞ്ഞുങ്ങൾക്ക് നല്ല നല്ല മൂല്യങ്ങൾ പഠിക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസരിക്കാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ചില ആളുകൾക്കുന്നുണ്ട് ഭയങ്കര പ്രതികാരമായിട്ട് അപ്പനോട് മമ്മിയൊക്കെ തല്ലാനായിട്ട്, ഇനി വാക്ക് പറഞ്ഞാൽ എൻ്റെ സ്വഭാവമാർന്നൊക്കെ പറഞ്ഞാൽ പാരൻസിനെ ഭീഷണിപ്പെടുത്തുന്ന കുട്ടികൾ എത്രയോ പേരെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അത് മൂല്യങ്ങൾ പഠിച്ചിട്ടില്ല. ഇപ്പൊ ഒരാള് ഞാൻ കണ്ടിട്ടുണ്ട്, വീട്ടിൽ ചിലപ്പോഴൊക്കെ അമ്മ കുറെ ദേഷ്യപ്പെടുന്ന ആളാണ്. അമ്മ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൻ മിണ്ടില്ല. ചിലപ്പോൾ അപ്പം ദേഷ്യപ്പെടും, അപ്പൊ അമ്മ മിണ്ടില്ല. രണ്ടുപേരും ദേഷ്യപ്പെട്ടാലല്ലേ കുടുംബത്ത് ഈ 2 കൈകൾ കൂട്ടിയിടിച്ചാലല്ലേ സ്വരം ഉണ്ടാവുകയുള്ളൂ. കണ്ടോ, ഇതൊക്കെ ഒരു മൂല്യങ്ങൾ തലമുറകളിലൂടെ കിട്ടണം. അത് ആ തലമുറകളിലൂടെ ഈ വലിയ മൂല്യങ്ങൾ പഠിച്ചാലാണ് ദൈവത്തിന്റെ വലിയ ശക്തി നമ്മളിലേക്ക് കടന്നു വരുന്നത്. മൂല്യങ്ങൾ വളർത്തുന്ന യൂണിവേഴ്സിറ്റിയാണ് കുടുംബം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ധ്യാനം നടക്കുന്നു, ധ്യാനത്തിൽ വരണം, അതൊരു നല്ല മൂല്യമല്ലേ? അല്ലെങ്കിൽ ഒരു വചന പ്രഘോഷം നടക്കുന്നു, വേറെ എവിടെയെങ്കിലും മാറിപ്പോയി വർത്താനം പറയാലോ, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു ദിവ്യബലി നടക്കുന്നു, ആ സമയത്ത് പോയി കാപ്പി കുടിക്കാൻ പോകാലോ. അവരെയാണ് പറയുന്നത്, പൗലോസിനെ പറയുന്നത് ഒരു ജഡിക മനുഷ്യനാണ്. ജഡിക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നാളെ അതിനെ കുറിച്ച് അച്ഛൻ ഇത് പറയുന്നത്. ജഡിക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജഡം എന്താണോ പറയുന്നത് അത് ചെയ്യും. ഇപ്പൊ കാപ്പി പിടിക്കാൻ പോകണം, കാപ്പി പിടിക്കാൻ പോയി, അല്ലെങ്കിൽ ഇപ്പൊ പോയിട്ട് കുറച്ച് നേരം ഇവിടുന്ന് മാറിയിരിക്കാൻ തോന്നി, കുറച്ചുകൂടി കഴിയട്ടെ എന്ന് വിചാരിക്കില്ല. ജഡം എന്താണോ പറയുന്നത്, അവരൊരു കൊച്ചുകുട്ടിയെ കണ്ടു, അതിന് ദുരുപയോഗിച്ചു, അവന് മൊറാലിറ്റി ഇല്ല, അവന്റെ ശരി തെറ്റുകൾ നോക്കില്ല. എന്താണോ ജഡം പറയുന്നത് അതാണ് ചെയ്യാണ് ചെയ്യുക. അത് വിട്ടുമാറി വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ, ഇന്ന് ക്ലാസ്സിൽ പോകുന്ന ദിവസം ഞാൻ ക്ലാസ്സിലേക്ക് പോകും. കേട്ടോ, മൂല്യങ്ങൾ വളർത്തി എടുക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. അത് മാത്രമല്ല, ഒരു കുടുംബത്തിലെ വിശപ്പും ദാഹവും തീർക്കുന്ന പുണ്യസങ്കേതമാണ് ഓരോ കുടുംബവും. ഓരോ കുട്ടികളൊക്കെ പഠിച്ചു വരുന്ന സമയത്ത് അമ്മമാരൊക്കെ എത്ര സ്നേഹത്തോടെയാണ് കാലത്ത് പോകുമ്പോൾ ടിഫിൻ ശരിയാക്കി കൊടുക്കുന്നു, അതുപോലെ തന്നെ വൈകിട്ട് വരുമ്പോഴൊക്കെ കാഫി ശരിയാക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ വിശപ്പും ദാഹവും തീർക്കുന്ന പുണ്യ സങ്കേതമാണ് കുടുംബങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് സംതൃപ്തി നിറഞ്ഞ കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. ചില കുട്ടികൾക്ക് എന്ത് കൊടുത്താലും തൃപ്തിയാവില്ല, ചില കുട്ടികൾക്ക് എന്ത് കൊടുത്താലും തൃപ്തിയാവില്ല. ഇപ്പൊ അപ്പൻ ഒരു നല്ല ഷർട്ടും അത് പാൻറ്റും വാങ്ങിച്ചു കൊടുത്തു, ഓ ഇതിനേക്കാൾ നല്ലത് മതിയായിരുന്നു. അല്ലെങ്കിൽ ഒരു വെഡിങ് ആനിവേഴ്സറി ദിവസം ഒരു സാരി വാങ്ങിച്ചു കൊടുത്തു, ഇതാണോ വാങ്ങിച്ചു കൊണ്ടുവരാൻ മതിയുള്ളൂ, ഇത്രയ്ക്കേ ഉള്ളൂ. ഉള്ളത് കൊണ്ട് തൃപ്തമായി ജീവിക്കാനായിട്ട് പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ഇവിടെ ചില സാഹചര്യമൊക്കെ എനിക്ക് കാണാറുണ്ട്. ചിലപ്പോൾ വളരെ അസഹനീയമായി വരുന്ന സമയത്ത് മാത്രം ഞാൻ കറക്ഷൻ കൊടുക്കും. അസഹനീയമായിട്ട് ഇനി പോയി കഴിഞ്ഞാൽ ഇത് ദുരന്തത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള ഉറപ്പ് കിട്ടി കഴിഞ്ഞാൽ പ്രേക്ഷിതരാണെങ്കിലും ശുശ്രൂഷകരാണെങ്കിലും അന്തേവാസികളാണെങ്കിലും ചിലപ്പോഴൊക്കെ കറക്ഷൻ കൊടുക്കണം. ഞാനിത് പറഞ്ഞു വന്നത്, അപ്പന്മാര് ചോദിക്കുന്ന മുഴുവൻ വാങ്ങിച്ചു കൊടുക്കുന്നവർ മാത്രമായി തീരരുത്, അവരെ നിയന്ത്രിക്കാനും പഠിക്കണം. ഒരു +2കാരൻ അമ്മ ഇവിടെ വന്ന് പറഞ്ഞു, വെച്ചാൽ അവൻ ഇനി കോളേജിൽ പോകണമെങ്കിൽ ബൈക്ക് വാങ്ങിച്ചു തരണം. അവൻ എന്ത് കഴിഞ്ഞാലും കോളേജിലേക്ക് പോകില്ല, അവനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ എന്ത് നീ +2 അല്ലേ പാസ്സായിട്ടുള്ളൂ, വീടിൻ്റെ സ്ഥിതി ഇങ്ങനെയെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? നീ യാത്ര ചെയ്ത് ഒരു യൗവനത്തിലേക്ക് എത്തുന്നതിനേക്കാൾ മുമ്പ് നീ മരിച്ചു പോകുന്നത് കാണാനുള്ള കെൽപ്പില്ലാത്തവരാണ് അപ്പനും അമ്മ ഇങ്ങനെ പറയുന്നത്. അവർ കുറേശ്ശെ എൻ്റെ മുഖത്തിൽ നോക്കാൻ നോക്കി, എനിക്ക് BA പാസ്സാവട്ടെ, ഡിഗ്രി പാസ്സാവട്ടെ, ബൈക്ക് വാങ്ങിച്ചു തരാൻ ഞാൻ പറയാം. അവരോട് അച്ഛൻ പറയാമെന്ന് പറഞ്ഞു. മാതാപിതാക്കളോട് പറഞ്ഞു, അവൻ BA പാസ്സായി കഴിയുമ്പോൾ അവന് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. കേട്ടോ, എൻ്റെ പ്രിയപ്പെട്ട വേറൊരുത്തരവുണ്ടോ, അതെനിക്ക് ഇന്നും തമാശയാണ്. അവൻ സംസാരിക്കുന്നു, പ്രിയപ്പെട്ടവരെ, അവൻ ഇവിടെ ആരും സംസാരിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന്റെ വലിയതായിരിക്കുന്ന അനുഗ്രഹം, ഇവൻ
9ാം ക്ലാസ്സിലായിട്ടുള്ളൂ. അമ്മയോട് ഇവൻ പറയുന്നത്, ഞാൻ 10ാം ക്ലാസ്സിൽ പോകണമെങ്കിൽ എന്നെ കല്യാണം കഴിപ്പിച്ചു തരണം. 10ാം ക്ലാസ്സിലായിട്ടുള്ളൂ. അപ്പം 10ാം ക്ലാസ് ആയിരിക്കുക. അത് അച്ഛാ ഒരു പൊറുതിയില്ല. ഞാൻ പറഞ്ഞു, അവനെ എനിക്കൊന്ന് കാണുന്നു. അവനോടേക്ക് വന്നു. അവൻ പട്ടത്തിന് വിളിച്ചു കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അവൻ എന്നോട്, അച്ഛനെങ്കിലും എൻ്റെ വികാരം മനസ്സിലായിരുന്നു. ഞാൻ ചിരിച്ചുപോയി. അമ്മയ്ക്ക് എന്ത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. എടാ മോനെ, നീ 9ാം ക്ലാസ്സിലായിട്ടുള്ളൂ. അച്ഛന് എൻ്റെ പ്രായത്തിലാണെന്നറിയാം. എനിക്കറിയില്ല. ഇപ്പോൾ കുറച്ച് വന്നു കഴിഞ്ഞാൽ അറിയാലോ, ഒരു 15-16 വയസ്സല്ലേ. അല്ല അച്ഛാ, ഞാൻ 1ാം ക്ലാസ് ഒട്ടും പഠിക്കാത്ത കുട്ടിയായിരുന്നു. 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്നെ 2ാം ക്ലാസ്സിലേക്ക്. 4ാം ക്ലാസ്സിൽ 2 കൊല്ലം, 5ാം ക്ലാസ്സിൽ 3 കൊല്ലം, 6ാം ക്ലാസ്സിൽ 2 കൊല്ലം, 7ാം ക്ലാസ്സിൽ 2 കൊല്ലം, 8ാം ക്ലാസ്സിൽ 3 കൊല്ലം. എത്ര വയസ്സായി വെച്ചാൽ ഈ അമ്മയ്ക്ക് പറഞ്ഞിട്ട് എന്താ മനസ്സിലാവാത്ത? പറഞ്ഞു, ഇട മോനെ, നീ 10ാം ക്ലാസ് പാസ്സായിട്ട് മതി. അച്ഛൻ പറഞ്ഞാൽ ഞാൻ ക്ലാസ് വരെ പോവില്ലെന്ന്. അച്ഛൻ കണ്ടോ എനിക്ക് വീഴ്ച വന്നത് കണ്ടോ? എൻ്റെ തലമുടിയാണ് ഈ നരച്ചു തുടങ്ങി. ഇനി ഞാൻ എന്ന് കല്യാണം കഴിക്കുന്നത്? കുട്ടികളുടെ പറയുന്ന അർത്ഥമുണ്ട്. അവന് ഏകദേശം 10, 22, 23 വയസ്സായിട്ടുണ്ട്. അവനാ പറയുന്നത്, അമ്മയോട് പറയുന്നത്, കല്യാണം കഴിച്ചു തന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഏതാനും ആളുകളായിട്ടുള്ളൂ. നിങ്ങൾ പറയുന്നത് പട്ടത്തിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കഥ പറഞ്ഞ് നിങ്ങളെ ഭ്രമിപ്പിക്കുന്നതല്ല. ഇതാണ് ഇന്നത്തെ കാലം എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഉള്ളത് കൊണ്ട് തൃപ്തമായി ജീവിക്കാനോ, സ്വന്തം വീടിന്റെ ഓർമ്മ, ആകാശമോക്ഷത്തിന്റെ ഓർമ്മ കുഞ്ഞുങ്ങൾക്കുണ്ടാകണം. ഒരു വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ ഏറ്റവും വേഗത്തിൽ വീട്ടിലേക്ക് വരണമെന്ന്. രാത്രി കാലങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ പോയ അവസരത്തെ കാണുകയായിരുന്നു. രാത്രി കാലങ്ങൾ ഒരു 7-8 മണി കഴിഞ്ഞാൽ യുവാക്കന്മാരെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നുണ്ട് പറയാ, അച്ഛാ 1 മണി 2 മണി വരെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇതുകൂടെ കാണും. നമ്മുടെ കേരളത്തിൽ നിന്ന് പഠിക്കാൻ വന്നിരിക്കുന്ന കുട്ടികളാണെന്ന് അച്ഛൻ ഓർക്കണം. അച്ഛനൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഒരിക്കലും എൻ്റെ ഒരു അനുജൻ ഇവിടെ പോയിട്ട് എറണാകുളത്ത് പോയി തിരിച്ചു വരുന്ന ഒരു ചെറിയ ഷോപ്പിൽ കാപ്പി കുടിക്കാൻ കയറി കഴിഞ്ഞപ്പോൾ ആൺകുട്ടികളുടെ മടിയിൽ പെൺകുട്ടികളും, പെൺകുട്ടികളുടെ മടിയിൽ ആൺകുട്ടികളും. എന്താ നമ്മളിതൊന്നും അറിയുന്നില്ല. ഒരു വാട്സപ്പിനകത്ത് തൃശ്ശൂർ ഒരു പെൺകുട്ടി പഠിക്കാനായിട്ട് അവിടുന്ന് കോഴിക്കോടാണ് വന്നതാണ്. അവൻ്റെ ആൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി പൂരപ്പറമ്പിലിരുന്ന് അവർ പ്രേമങ്ങൾ കൈമാറുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞു വരുന്നത്, സ്വന്തം വീട് ആകാശമോക്ഷ സദൃശ്യമാണെന്നും ഞാൻ ദൈവത്തിനെതിരായി, മാതാപിതാക്കന്മാർക്കെതിരായി പ്രവർത്തിച്ചാൽ അവരുടെ കണ്ണു നിറയുമെന്നുള്ള ഈ വേദന ഉണ്ടായാലാണ് വീട് വിട്ട് പോയി കഴിഞ്ഞാൽ ഉടനെ വീട്ടിലേക്ക് വരാനായിട്ട് അവർ ശ്രമിക്കുക. ഒരിക്കലും ഒരു പെൺകുട്ടി ഇവിടെ വന്നിട്ട് പറയാണ്, എല്ലാ പെൺകുട്ടികളെ പോലെ പ്രേമത്തിലൊക്കെ ഞാൻ പെടണമായിരുന്നു, പക്ഷെ എൻ്റെ അപ്പനാണ് എന്നെ രക്ഷിച്ചപ്പോൾ എനിക്ക് തോന്നി. അപ്പനൊരു രോഗിയാണ്, അമ്മയില്ല. കോളേജ് വിട്ട് വരുന്നത് നോക്കി നിൽക്കും അപ്പൻ. ഏത് സമയത്താണ് എൻ്റെ മോള് വരുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് അപ്പൻ ഇങ്ങനെ നോക്കി നിൽക്കുമെന്ന്. അപ്പൻ്റെ ഓർമ്മ മനസ്സിൽ വന്നാൽ എനിക്കൊരു സെക്കൻഡ് അവിടെ തങ്ങാൻ തോന്നില്ല. ഇതാണ് മൂല്യങ്ങൾ വളർത്തുന്ന കുടുംബങ്ങളുടെ മക്കളെ കാണുന്നത്. ചില കുട്ടികളൊക്കെ വീട്ടിൽ വരുന്നത് 10 മണി, 11 മണി, 12 മണിക്കൊക്കെയാണ് വീട്ടിൽ വരുന്നത്. ഈ ദിവസങ്ങളിൽ ഞാൻ ഒത്തിരിയേറെ ആളുകൾ ഇപ്പോൾ കാണുന്നുണ്ട്. രാവിലെ 8:30 മണി മുതൽ ഏകദേശം ഒരു മണി വരെ ഇവിടെ കാണുന്ന സമയത്ത് ചിലർ മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. വീട്ടിൽ നിന്ന് അപ്പനോട് അമ്മയോടൊക്കെ പറയാതെയാണ് ഇറങ്ങിപ്പോകുന്നത്. പിന്നെ വരുന്ന വെച്ചാൽ സാമാന്യം ഒരു 7 മണി 8 മണി അമ്മയ്ക്ക് വരണ്ടേ, വരുന്നില്ല. 10 മണി 11 മണിയായിട്ട്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി അപ്പനും അമ്മയുമായിട്ട് കൂടെ കടന്നു പോകുന്നു. ഇവൾക്ക് ആൺകുട്ടികളായിട്ടാണ് ബന്ധം, പെൺകുട്ടികളായിട്ട് ഹോസ്റ്റലിൽ കൊണ്ട് നിർത്തി. അവിടുത്തെ നിബന്ധനകൾ പാലിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വെക്കേഷൻ അവസരം വന്ന് പിന്നെ പോയില്ല. അവിടെ ഫോൺ വിളിച്ച് ആൺകുട്ടികളുടെ കൂടെ ബൈക്കിൽ പോകുന്നു. അവളൊന്നും ചെയ്യുന്നില്ല എന്നാണ്. പക്ഷെ അവസാനം ചോദിച്ചു വന്നപ്പോൾ ഈ കൊണ്ടുപോകുന്ന ആളുകൾ കുറേശ്ശെ ലഹരി കൊടുത്തിട്ടാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. എന്താ ചെയ്യണം നമുക്കറിയില്ല. കുടുംബങ്ങൾ നശിക്കുകയാണ് കാണുന്നത്. തറവാടുകൾ വേറിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പം അതുകൊണ്ട് മാതാപിതാക്കളും മക്കളും ഒക്കെ വളരെ ശ്രദ്ധയോടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ്. 2-3 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വിടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ആരാണ് ഒരു നല്ല ഭാര്യ എന്ന് മനഃശാസ്ത്രജ്ഞന്മാരും ആത്മീയ പിതാക്കന്മാർ കണ്ടെത്തിയ 2-3 കാര്യങ്ങൾ. ഇതാണ് എപ്പോഴും ഭാര്യയെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് വിഷമമാണ്. അപ്പോൾ നല്ല ഭാര്യയാകുമ്പോൾ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. ഒരു നല്ല ഭർത്താവ് എന്ന് പറഞ്ഞത്, ഒരു നല്ല ഭർത്താവ് ഭാര്യയെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നവനാണ് നല്ല ഭർത്താവ് എന്ന് പറയുന്നത്. ഇന്നൊക്കെ ഭൂരിഭാഗം കല്യാണങ്ങളൊക്കെ നടക്കുന്നത് ബ്രോക്കർമാരാണ് കൊണ്ടുവരുന്നത്. ബ്രോക്കർമാർ കൊണ്ടുവരുന്ന പല വിവാഹങ്ങളും ഏതാനും സമയം കഴിഞ്ഞ് അതിന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ബ്രോക്കർമാർ കൊണ്ട് പലതും ബ്രോക്കണായിട്ട് പോവാണ്. എങ്ങനെയാ പോണെന്ന് അറിഞ്ഞു. അവർക്ക് എങ്ങനെയും ഒരാളെ ഏൽപ്പിച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഈ ഭർത്താവ് ഒരു ഭാര്യയെ സ്വീകരിക്കുന്നത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. 2, ഒരു നല്ല ഭർത്താവ് തൻ്റെ ശരീരത്തിൻ്റെ മേലുള്ള അധികാരം ഭാര്യയ്ക്ക് വിട്ടുകൊടുക്കും. 3, നല്ല ഭർത്താവ് ഭാര്യയെ വിശുദ്ധീകരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥന കൊണ്ടും ഒരു ധ്യാനത്തിന് പോകുമ്പോൾ 2 പേരും ഒരുമിച്ച് പോവുള്ളൂ, അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ ഒരുമിച്ച് പോവുള്ളൂ, ഒരു കുമ്പസാരിക്കാൻ പോകുമ്പോൾ 2 പേരും ഒരുമിച്ച് പോവുള്ളൂ. വിശുദ്ധീകരിക്കും. ഒരു നല്ല ഭർത്താവ് ഭാര്യയോട് നിർദ്ദയമായി പെരുമാറുകയില്ല. ഇവിടെ ഇരിക്കുന്ന ഭാര്യമാർക്കറിയാം, ചിലപ്പോൾ നിയന്ത്രണം വിട്ട് ഭർത്താക്കന്മാരുടെ കയ്യിൽ നിന്ന് അടികിട്ടിയോടൊക്കെ ഓടിയിരിക്കുന്നുണ്ടായിരിക്കാം. നിർദ്ദയമായി വളരെ ക്രൂരമായ വിധത്തിൽ സംസാരിക്കുന്ന ചില ഭർത്താക്കന്മാർ. അപ്പോൾ നല്ല ഒരു ഭർത്താവ് നിർദ്ദയമായി പെരുമാറുകയില്ല. ഒരു നല്ല ഭർത്താവ് ഭാര്യയോട് ഒത്ത് പ്രാർത്ഥിക്കും. 2 പേര്, ചില ഭാര്യ ഭർത്താക്കന്മാർ 2 പേരും ഒരുമിച്ചുകൂടി അപ്പോൾ തല്ലുകൂടെ വെച്ചാൽ അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്നാൽ പ്രാർത്ഥിക്കുള്ളൂ. ഇങ്ങനെ തല്ലുകൂടിന് എങ്ങനെയാണാവോ? ഞങ്ങൾ എപ്പോൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും എന്തെങ്കിലും വർത്തമാനം പറയും, തല്ലിപ്പിരിഞ്ഞ് പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല ഭർത്താവ് ഭാര്യയെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് ഭക്ഷിക്കുന്നു, ഒരുമിച്ച് കിടക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവര്, ഒരു നല്ല ഭർത്താവ് ഭാര്യയെ സംശയിക്കുകയില്ല. ഏറ്റവും വലിയൊരു രോഗമാണ് സംശയ രോഗം. ഭർത്താവിനായാലും ഭാര്യയ്ക്കായാലും അതിൻ്റെ പേരിൽ എത്രയോ കുടുംബ ബന്ധങ്ങളാണ് തകരുന്നതറിയാമോ? അവസാനമായി, ഒരു നല്ല ഭർത്താവ് ഭാര്യയെ ഏറ്റവും വലിയ സമ്പത്തായി കാണുന്നു. അത് സൗന്ദര്യത്തിൻ്റെ പേരിലോ നിറത്തിൻ്റെ പേരിലോ സ്ത്രീധനത്തിൻ്റെ പേരിലോ ഒന്നല്ല. എനിക്ക് ദൈവം തന്നതാണ്. അത് ഏറ്റവും പറഞ്ഞിട്ട് ദൈവം തന്ന ഒരു സമ്മാനമാണ്. അതുകൊണ്ടാണ് ഒരു നല്ല ഭർത്താവ് ഭാര്യയെ ഏറ്റവും നല്ല സമ്പത്തായി കാണുന്നത്. ഇനി ആരാണ് നല്ല ഒരു ഭാര്യ എന്ന് പറയുന്നത്? ഒരു നല്ല ഭാര്യ ഭർത്താവിനോടുള്ള ദാമ്പത്തിക ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ ഉപേക്ഷ വരുത്തുന്നില്ല, വിശദീകരിക്കുന്നില്ല. ഒരു നല്ല ഭാര്യ തൻ്റെ ശരീരത്തിന് മേലുള്ള അധികാരം ഭർത്താവിന് നൽകുന്നു. ഒരു നല്ല ഭാര്യ ഭർത്താവിനെ വിശുദ്ധീകരിക്കുന്നു. ചില ഭർത്താക്കന്മാർ പള്ളിയിലേക്ക് പോകാനോ സംസാരിക്കാൻ പോകാനോ ഒന്നും താല്പര്യമില്ലാത്തതുണ്ടാവും. ഇവറ്റകൾ കെട്ടി വലിച്ച് കൊണ്ടുവന്ന് അവസാനം ഭർത്താവ് നന്നായി തീരും, ഭാര്യ മോശക്കാരായി തീരുന്ന ചില അവസ്ഥാവിശേഷം. ഒരു നല്ല ഭാര്യ ഭർത്താവിനെ വിശുദ്ധീകരിക്കുന്നു. വീണ്ടും ഒരു നല്ല ഭാര്യ എല്ലാ കാര്യങ്ങളിലും ഭർത്താവിന് വിധേയയായിരിക്കും. വഴക്കുണ്ടാവുന്ന ഒറ്റ കാരണം ഇതാണ്, വിധേയപ്പെടില്ല. ഭർത്താവ് ഒരു കാര്യം പറയുമ്പോൾ അത് സമ്മതിക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ പറയുള്ളൂ. നിങ്ങളോട് പറഞ്ഞൊരു കാര്യം, നിങ്ങളാണ് കുട്ടികളും എല്ലാം വഴക്കാണ് കൊടുക്കുന്നത്. വിധേയത്വം എന്ന് പറയുന്ന ഒരു സുഹൃതം അത് ഭാര്യയ്ക്കായാലും ഭർത്താവിനായാലും വേണം. ആ കുടുംബമാണ്, ആ ഭാര്യ ഭർത്താവാണ് നല്ല ഭാര്യ ഭർത്താക്കന്മാർ പറയുന്നത്. അടുത്തത്, നല്ലൊരു ഭാര്യ ഭർത്താവിൻ്റെ ദുഃഖങ്ങൾ സ്വന്തം ദുഃഖമായി ഏറ്റെടുക്കും. ചില കടബാധ്യത വരുന്ന ചില കുടുംബങ്ങൾക്കോട് വരാറുണ്ട്. ഒരിക്കലും ഭാര്യ വന്നിട്ട് പറയും, മുഖം കണ്ടാൽ എനിക്ക് അറിയാച്ചാൽ ഭയങ്കരമായി വിഷമിച്ച് വന്നിരിക്കുന്നു. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ 2 പേരും ഞങ്ങളൊരു പ്രാർത്ഥനാ മുറിയിൽ കയറി 2 പേരും കുറേ നേരം സ്തുതിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പാവിട്ട് പൊട്ടി കരഞ്ഞ് ഭാര്യയുടെ മാറിയിടത്തിലേക്ക് വീഴും.
അങ്ങനെ കുറേ നേരം ദൈവസന്നിധി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദുഃഖങ്ങളൊക്കെ വിട്ടുപോകും. എനിക്ക് എന്ത് മനോഹരമാണ്! ഭർത്താവിൻ്റെ ഹൃദയം അറിയുന്ന ഭാര്യമാരാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ല ഭാര്യ ഭർത്താവിനോട് കോപിക്കുന്നില്ല. വെറുതെ നിസ്സാര കാര്യത്തിനാണ് കോപം വരുന്നത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലോ ചില്ലാന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നില്ല, മക്കൾക്ക് ഫീസ് കൊടുക്കാനില്ല, അല്ലെങ്കിൽ കറണ്ടിൻ്റെ ചാർജ് കിട്ടിയില്ല, വീട്ടിൽ വെള്ളം കിട്ടുന്നില്ല, നിസ്സാര കാര്യത്തിൽ കോപം കൊണ്ട് കുടുംബം മുഴുവൻ ഇങ്ങനെ അലങ്കോലപ്പെടാണ്. ഒരു നല്ല ഭാര്യ ഭർത്താവിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. പെട്ടെന്ന് ഭർത്താക്കന്മാർ മരിച്ചു പോകുന്നുണ്ടെങ്കിൽ ഭാര്യനെ നോക്കിയാൽ മതി, അങ്ങനെ വിചാരിക്കരുത്. വചനം പറയുന്നത് ഒരു നല്ല ഭാര്യ ഭർത്താവിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നു. കുടുംബത്തെ തകരാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വലിയ ഘടകമാണ് ഭാര്യയും ഭർത്താവും, അപ്പനും അമ്മയും. ഓർക്കണേ, മാതാപിതാക്കന്മാർ രൂപപ്പെടുത്തുന്നതാണ് മക്കൾ. ഒരപ്പൻ്റെയും അമ്മയുടെയും മക്കളെ കണ്ടു കഴിഞ്ഞാൽ വേറെ ഒന്നും അറിയാതെ അതോടെ എൻ്റെ മോളല്ലേ, നീ യോസിന്റെ മകനല്ലേ എന്ന് പറയാൻ പറ്റും. കാരണം മാതാപിതാക്കന്മാർ രൂപപ്പെടുത്തുന്നതാണ് മക്കൾ. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു നല്ല കുടുംബ ജീവിതത്തിന് കർത്താവ് നമ്മെ ഇന്നത്തെ ദിവസം ആഹ്വാനം ചെയ്യുകയാണ്. എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും രണ്ടുപേരൊന്ന് ആലോചിച്ച് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് അറിഞ്ഞ് ആരും ആരുടെ സ്വന്തം നിയോഗങ്ങൾ കാര്യങ്ങൾ ചെയ്യാതെ കുടുംബത്തിൻ്റെ നന്മയ്ക്കും മക്കളുടെ ഭാവി സുസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കുക. മുറിപ്പെടുത്തുന്ന വാക്കുകൾ ചിലപ്പോഴൊക്കെ ചില മക്കളൊക്കെ മാതാപിതാക്കൾ പറയുന്നത് ഞാൻ ഞെട്ടിയിട്ടുണ്ട് എൻ്റെ മുന്നിൽ നിന്നിട്ട്. മുറിപ്പെടുത്തുന്ന വാക്കുകൾ, അതുപോലെ തന്നെ വളരെയധികം ചില ഭർത്താക്കന്മാർ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും നീ പറഞ്ഞാൽ ഡൈവോഴ്സ് ചെയ്യും, ഒരിക്കലും പറയരുത്. അത് ഭാര്യയായാലും ഭർത്താവായാലും എനിക്ക് ആവശ്യം നീ പോയിക്കോ, അങ്ങനെയൊക്കെ പറയുന്ന ചില ദാമ്പത്തിക ജീവിതത്തിൽ ദുരന്തങ്ങളാണ് കടന്നു വരുന്നത്. അവസാനമായി ജീവിത പങ്കാളിയുടെ ഓരോ പ്രവൃത്തിയിലും ദൈവത്തിൻ്റെ ആത്മാവിനെ നൽകാനായിട്ട് ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ 2-3 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന്, കുടുംബത്തിൻ്റെ ചില വിശേഷങ്ങളാണ് പറഞ്ഞത്. വിശുദ്ധരെ വാർത്തെടുക്കുന്ന, വിശുദ്ധിയുടെ സുഗന്ധം പ്രസരിപ്പിക്കുന്ന, മൂല്യങ്ങൾ വളർത്തുന്ന, വിശപ്പും ദാഹവും തീർക്കുന്ന, സംതൃപ്തിയും കരുതലും നൽകുന്ന ഒരു സ്വർഗീയ ഭവനമാണ് കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബത്തിലെ പുരോഹിതരാണ് അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും. ഒരു നല്ല ഭാര്യ, ഒരു നല്ല ഭർത്താവ് ആരാണെന്നാണ് ഒരു ഓട്ടപ്രദക്ഷിണം പോലെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് ദാമ്പത്തിക ജീവിതത്തെ തകർക്കുന്ന, കുടുംബ ജീവിതത്തെ തകർക്കുന്ന അഹങ്കാരം, ധിക്കാരം, ധൂർത്ത്, അധിക ചെലവ്, ഇതൊക്കെ നമ്മൾ വേണ്ട വിധത്തിൽ ക്രമീകരിച്ചുകൊണ്ട് നസ്രസിന് തിരുക്കുടങ്ങൾ പോലെ ഒരു നല്ല കുടുംബ ജീവിതത്തിന് രൂപം കൊടുക്കാൻ നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ അമ്മ കുടുംബങ്ങളുടെ റാണിയാണ്. വിശുദ്ധ യോസേപ്പ് പിതാവ് കുടുംബങ്ങളുടെ ഒരു നാഥനാണ്. നസ്രസിലെ തിരുക്കുടുംബമാണ് നമ്മുടെ മാതൃക. വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച പരിശുദ്ധ അമ്മ, വചനം പറയുന്നതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച വിശുദ്ധ യോസേപ്പ് പിതാവ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് ഉദയം ചെയ്ത യേശു കർത്താവ് വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വചനം മാംസമായി ധരിക്കുകയും ചെയ്ത പുണ്യമിശിഹ തിരുക്കുടുംബം നമ്മുടെ മാതൃകയായി തീരട്ടെ. 2 കരം നമുക്ക് ഉയർത്താം. 2 കരം ഉയർത്തി പിടിച്ചുകൊണ്ട് എൻ്റെ കുടുംബവും നസ്രസിലെ തിരുക്കുടുംബം പോലെ ആക്കണമെന്ന് പ്രാർത്ഥിച്ച് കർത്താവിനെ സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച് കർത്താവെ, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ തലമുറ ഇതാ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ പൂർണ്ണമായി അർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ വലിയതായിരിക്കുന്ന അനുഗ്രഹം സർവ്വ മക്കളിലേക്കും ഒന്ന് നിറയട്ടെ. ദൈവാനുഗ്രഹം നിറഞ്ഞ കുടുംബങ്ങൾ ധാരാളം ഉണ്ടാകട്ടെ. ലോകത്തിന്റെ ഏത് അതിർത്തിയിലും ഒരു മലയാളി കുടുംബമുണ്ട്. ആ കുടുംബത്തിലൂടെ ദൈവരാജ്യം കത്തി പടരുവാൻ ഇടവരുത്തണമേ. കരങ്ങൾ കൂപ്പി സർവവും
വിധവയുടെ കാണിക്ക പോലെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ചെറു കാഴ്ചകളെ അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾ സമർപ്പിതരായി തീരട്ടെ. ഞങ്ങൾ ദൈവത്തിന് പ്രീതിയുള്ളവരായി മാറട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. ഞങ്ങളുടെ മക്കളെ സംബന്ധിച്ച് പ്രിയപ്പെട്ടവരായി ഞങ്ങൾ മാറട്ടെ. സ്നേഹപൂർവ്വം ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ നിയോഗങ്ങൾ, കാഴ്ച സമർപ്പണങ്ങൾ അവർക്ക് സ്വീകരിക്കണമേ. പ്രാർത്ഥനകൾക്കും കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ ത്യാഗം സഹിച്ചുകൊണ്ടാണ് നമ്മൾ കുടുംബാംഗങ്ങൾ, മക്കൾ, പേരക്കുട്ടികളൊക്കെ കൂട്ടിവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. പ്രാർത്ഥനകൾ സ്വർഗം കേൾക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിന്റെ വചനം കേൾക്കുവാനും അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി വിനിയോഗിക്കുവാനും ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മരക്ഷയെ പ്രതി തീക്ഷ്ണതയുള്ള ധാരാളം യുവതി യുവാക്കന്മാരെ പേര് ചൊല്ലി വിളിച്ചു കൊണ്ടുവരണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ നിത്യ ദാരിദ്ര്യത്തിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് ജീവിത മാർഗങ്ങൾ കാണിച്ചു കൊടുക്കണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമയവും ആരോഗ്യവും കഴിവുകളും ദൂർത്തടിച്ച് ജീവിക്കുന്ന മക്കൾക്ക് മാനസാന്തരത്തിന് വര നൽകണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം നിറഞ്ഞ കുടുംബങ്ങളിലേക്ക് മാലാഖമാരുടെയും വിശ്വമാരുടെയും അനുഗ്രഹങ്ങൾ വർഷിക്കണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകമെങ്ങുമുള്ള എല്ലാ അക്രൈസ്തവ സമൂഹങ്ങളെയും സമുദായങ്ങളെയും പ്രസ്ഥാനങ്ങളെയും മതങ്ങളെയും യേശുവോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള വരം കൊടുക്കണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഓരോ വാഹനങ്ങളെയും അവ നിയന്ത്രിക്കുന്നവരെയും അത് സഞ്ചരിക്കുന്ന വഴിത്താരകളിൽ നിന്ന് അപകടങ്ങളും ദുർമരണങ്ങളും വിട്ടുപോകണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരു രക്താഭിഷേകത്തോട് ഒരുങ്ങാം. നമ്മളിവിടെ കർത്താവിന്റെ തിരു രക്തം എന്റെ ശരീരത്തിൽ വീഴുമ്പോൾ ഞാൻ ജീവിക്കുന്ന എന്റെ കുടുംബം, ഞാൻ ജോലി ചെയ്യുന്ന എന്റെ സ്ഥാപനം, എന്റെ ഓഫീസ്, എന്റെ കൃഷിഭൂമി, അവിടേക്കെല്ലാം കർത്താവിന്റെ തിരു രക്തത്തിന്റെ സംരക്ഷണം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ തുറന്നു പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് ക്രിസ്തുവിന്റെ യേശുവിന്റെ ഭവനമായി മാറട്ടെ. യേശുവേ, യേശുവേ, യേശുവേ.